നമസ്കാരം. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച സഖാവ് പിണറായി വിജയൻ സർക്കാരിനെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട് നമ്മളെല്ലാം. അതിനുശേഷം ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ എന്തോ മലമറിക്കുമെന്ന് നമ്മൾ കരുതുകയും ചെയ്തു. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ വായനാശീലം, ലോകപരിചയം, വിദ്യാഭ്യാസം എല്ലാം. മറ്റുള്ളവർ മോശമെന്നല്ല പറയുന്നത്, അവരവരുടെ രീതി, ഇവരവരുടെ രീതി. അപ്പോൾ വിദേശ പണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് വരുത്താൻ പറ്റും, ഇവിടുത്തെ യുവാക്കൾക്ക് പുറത്തേക്ക് ഒഴുകേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ ഇനിയിപ്പോൾ വ്യവസായ സൗഹൃദമാകാൻ പോകുന്നു എന്നൊക്കെ വല്ലാണ്ട് തള്ളിവിട്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ച സഖാവ് പിണറായി വിജയൻ അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ആ സർക്കാരിനേക്കാളും അല്പമെങ്കിലും മെച്ചമുണ്ടോ ഇന്നത്തെ ഈ സർക്കാരിന്? അന്നത്തെ MLA-മാർ, MP-മാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ, അവരെയൊക്കെ കിട്ടിയ ആക്സസ് ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ UDF-ന്റെ MLA-മാരെയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകൾ ആരെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ വ്യവസായ സൗഹൃദമാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാന്ന് വെച്ചാൽ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ഇവർ കൊടുക്കുമോ? ഇന്നത്തെ ജനങ്ങളുടെ വാക്ക് ഒന്ന് കേൾക്കാൻ തയ്യാറുള്ള എത്ര UDF-ന്റെ MLA-മാരുണ്ട്? കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മളൊക്കെ സഖാവ് പിണറായി വിജയനെ, നമ്മുടെ പഴയ മുഖ്യമന്ത്രിയെ, 10 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ഒരുപാട് തെറി വിളിച്ചു, ഒരുപാട് ആക്ഷേപിച്ചു, ഒരുപാട് വിമർശിച്ചു. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? സത്യത്തിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമുണ്ട്, അദ്ദേഹത്തിന്റെ ലെവലുണ്ട്, അതിന് സൈക്കോളജിക്കൽ മൂവ്മെന്റ് എനിക്കറിയാം, ഞാനത് ഇവിടെ പറയുന്നില്ല. ചിലപ്പോ ഈ സൈബർ സഖാക്കളൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, ഇതിനുമ്പ് പല വീടുകളിലും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതായാലും അത്തരത്തിലൊക്കെ നമ്മൾ സഖാവിനെ എന്താ പറയാ, വളരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് കഴിഞ്ഞ ശേഷം അതിനു മുമ്പുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ചില വേദികൾ, പ്രത്യേകിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ചില വേദികൾ പങ്കെടുത്തപ്പോൾ കേരളം മുഴുവൻ വാഴ്ത്തിപ്പാടി. എല്ലാം മനസ്സിലാകുന്ന, വിദ്യാഭ്യാസമുള്ള, വിദ്യാസമ്പന്നനായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. അതേപോലെ ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ വരെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയാം, മുഖ്യമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയാം, പിന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, വായനാശീലമുണ്ട്. ഒലക്കയാണെന്നേ ഞാൻ പറയുള്ളൂ, ഒരു കാര്യമില്ല. അതുകൊണ്ട് അതിനേക്കാൾ ഭേദമായിരുന്നു പിണറായി വിജയൻ സർക്കാർ എന്ന് ഞാൻ പറയും. ഇപ്പോ ഇവർക്ക് വിവരം കൂടിയതിന്റെ കുഴപ്പമാണ്. ഇത് രണ്ടും എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇപ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരു അപേക്ഷ വെച്ചിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത്. എന്റെ കമ്പനി കേരളത്തിൽ തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഓൺലൈനിലാണ് പൂർണ്ണമായിട്ടും എന്റെ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുഴുവൻ ഓൺലൈനാണ്, ഓഫ്ലൈൻ്റെ ആവശ്യമേ ഇല്ല. എങ്കിലും അഡ്രസ്സും GST എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണമല്ലോ. അങ്ങനെ ഞാൻ കേരളത്തിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഓൺലൈനിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ കാരണം, ഞാൻ ചെയ്യുന്നത് ട്യൂഷനും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് നിങ്ങൾ ഫീസ് ഗൂഗിൾ പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എന്ന് പറയുന്നത് രണ്ടാം കട പരിപാടിയാണ്. ആ സ്ഥാനത്ത് നമ്മുടെ വെബ്സൈറ്റിലും നമ്മൾ ആപ്ലിക്കേഷനിലും പേയ്മെന്റ് ഗേറ്റ്വേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് എല്ലാം ഓട്ടോമാറ്റിക് അങ്ങ് പോകും. കോഴ്സ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർ ആവശ്യമുള്ളവർ കയറുന്നു, അവർ പേ ചെയ്യുന്നു, അവർ കാണുന്നു. ആ കോഴ്സിന്റെ കാലാവധി കഴിയുമ്പോൾ എക്സാം അതിനുള്ളിൽ തന്നെ നടക്കുന്നു. ആ എക്സാം കൃത്യമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്ക് പോകാം. ഇനി യൂണിവേഴ്സിറ്റി എക്സാം എഴുതേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ബന്ധപ്പെട്ട എക്സാം കൂടി അവിടെ ഇരിക്കുന്നു. പിന്നെ അവിടെ പ്രാക്ടിക്കൽ കൊടുക്കുന്നു. അങ്ങനെ പല കോഴ്സുകളുമുണ്ട്. ആ പല കോഴ്സുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ലൈസൻസിന് ഞാൻ അപ്ലൈ ചെയ്തത്. അതിനുള്ള അപേക്ഷ കൊടുത്തത് ഓൺലൈനിൽ, അതിനുള്ള ഫീസ് അടച്ചത് ഓൺലൈനിൽ, ഇതെല്ലാം ചെയ്ത് ഓൺലൈനിൽ. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടോട്ടി ലേബർ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു. നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഇത് 1967 നിയമമാണ്. 1967 നിയമത്തിൽ ഈ IT ആയിട്ട് ബന്ധപ്പെട്ട, ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് ലൈസൻസ് കൊടുക്കാൻ വകുപ്പില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, തൊലി ഇരിഞ്ഞുപോയി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അപേക്ഷ കൊടുത്തത് ഓൺലൈനിൽ, എന്റെ പൈസ വാങ്ങിയത് പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ ഓൺലൈനിൽ. എന്നിട്ട് എന്നോട് പറയാണ് ഇന്റർനെറ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ലൈസൻസ് തരാൻ പറ്റില്ല. അല്ലെന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വിവരക്കേടാണ്. അങ്ങനെ ഞാൻ കേരളത്തിലെ MLA-മാർ, അന്നത്തെ LDF MLA-മാർ മിക്കവാറും എല്ലാവർക്കും ഞാൻ അയച്ചു. മാത്യക്കോട് നാടനെ ഞാൻ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തെ സംസാരിച്ചു. അദ്ദേഹത്തിന് എളുപ്പം മനസ്സിലായി ഇത് വളരെ വേണ്ടപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല. ഞാൻ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു, ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷെ TV ഇബ്രാഹിം MLA മാത്രമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് വേണ്ടടുത്ത് എത്തിച്ചത്. അങ്ങനെ എത്തി എന്ന് പറഞ്ഞു മറുപടി എനിക്ക് വന്നു. അത് വന്നു, അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഒരു ചെറിയ കാര്യമാണ് എന്ന് കരുതി നോക്കിയിരുന്നില്ല, അത് കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തലസ്ഥാനത്ത് നിന്ന് എനിക്ക് മറുപടിയും വന്നു. മനസ്സിലാക്കണം,
ഇനി അതിന്റെ ബാക്കി ഞാൻ പിന്നീട് പറയാം, ഇപ്പോഴത്തെ സംഭവം കഴിഞ്ഞിട്ട്. പിന്നെ കാത്തിരിപ്പായി. കാത്തിരുന്ന് 1 വർഷം കഴിഞ്ഞു, ഒരനക്കവും ഇല്ല. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി പാളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കോഴ്സുകൾ തുടങ്ങാൻ വൈകി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളെ തേടി പോകും എന്നറിയാവുന്നത് കൊണ്ട് തൊട്ടടുത്ത അധ്യയന വർഷം തുടങ്ങേണ്ട സമയമായപ്പോൾ ഞാൻ നേരെ ബാംഗ്ലൂരിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ഒരു ഓഫീസ് സ്പേസ് എടുത്തു, ഒരു അഡ്രസ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. 3 ദിവസം കൊണ്ട് കമ്പനി ഫോർമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ശരിയായി, പേപ്പേഴ്സ് ശരിയായി. GST ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ GST കിട്ടി. പിന്നെ അക്കൗണ്ട് എല്ലാം കൂടെ 1 മാസത്തിനുള്ളിൽ അത് ഓപ്പൺ ആകുകയും ചെയ്തു. ഇതെല്ലാം കൂടി 1 മാസം കഴിഞ്ഞപ്പോൾ നോക്കൂ, എന്റെ സ്ഥാപനം എനിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ 3 വർഷം 2024, 24, 25, 26 3 വർഷമായിട്ട് സുഖമായത് പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ കാത്തുകുത്തിയിരുന്നെങ്കിലും നടക്കില്ല. അതുപോലെ അടുത്തൊരു ഉദ്യമം, എന്റെ കമ്പനിയുടെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നു വീണ്ടും ഒരു ആഗ്രഹം. അതിന് കേരളത്തിന് ഒരു ലൈസൻസ് ആവശ്യമുണ്ട്. കേരളത്തിൽ നിന്ന് ആ ലൈസൻസ് എനിക്ക് തരേണ്ടത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പാണ്. അത് ഏത് ലൈസൻസ് ആണ് എന്ന് ഞാനിവിടെ പറയുന്നില്ല, അതിന്റെ ബിസിനസ് രഹസ്യമായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് അത്തരത്തിലുള്ള ലൈസൻസ് എനിക്ക് തരേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് അതെങ്ങനെയാണ് കിട്ടുക എന്നറിയാൻ വേണ്ടി നേരെ മലപ്പുറത്ത് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു. അവിടെയുള്ള ഒരെണ്ണത്തിനും കാര്യം അറിയില്ല. എന്റെ നമ്പർ വാങ്ങി വെച്ചു എന്നല്ലാതെ ഒരു വകുപ്പും ചെയ്തിട്ടില്ല. ഞാൻ തുറന്നു പറഞ്ഞു, ഇതൊരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, സർക്കാരിനെ പറയിപ്പിക്കുന്ന പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞാണ്. അത് ഞങ്ങൾക്ക് അറിയാം സാർ, ഇപ്പൊ മനസ്സിലാകുന്ന സർക്കാരാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കൂല, തിരിച്ചു വിളിക്കുകയില്ല, ഒന്നുമില്ല. ഒന്ന്. പിന്നെ രണ്ടാമത് കോഴിക്കോടേക്ക് വിളിച്ചു, അതും അത് തന്നെയാണ് അവസ്ഥ. പിന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് വിളിച്ചു. തലസ്ഥാനത്തേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ ഒരു 8-10 നമ്പറിലേക്ക് വിളിച്ചു. പല നമ്പറുകളുണ്ട്, അതിലൊക്കെ വിളിച്ചപ്പോൾ ഇതല്ല അതാണെന്ന് ഓരോ നമ്പർ തരും. അങ്ങനെ വിളിച്ചിട്ട് വട്ടം ചുറ്റി. പിന്നെ ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഇതിലേക്ക് വിളിക്കൂ, ഇതിലേക്ക് വിളിച്ചാലേ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്ത് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ അപ്പോഴേക്ക് മാഡം ലീവാണത്രേ. മനസ്സിലാക്കണം, മാഡം പറഞ്ഞു തരേണ്ട മാഡം ലീവാണ്. അങ്ങനെ ഒരു നിവൃത്തിയും ഒരു ഗതിയും പരഗതിയും ഇല്ല. ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. ഒരു പ്രൊജക്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് കോടികൾ നികുതി പണമായിട്ട് കൊണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വകുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ചോദിക്കുക, നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിച്ചൂടെ എന്ന്. എന്റെ പൊന്നാര സഹോദരന്മാരെ, ഞാൻ എന്റെ കാറിൽ എണ്ണ അടിച്ചുകൊണ്ട് ഇറങ്ങി എങ്ങോട്ട് ഓടുമെന്നാ പറയണ്ടേ? ഇത് എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് വല്ല പിടിയും വേണ്ടേ? ഇനി തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറത്ത് ഓഫീസിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ തിരുവനന്തപുരം പോക്ക് വെറുതെ ആയില്ലേ? ഇനി മലപ്പുറം കോഴിക്കോടൊക്കെ പോകുമ്പോൾ ഇത് അങ്ങ് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോക്ക് വെറുതെ ആയില്ലേ? മനസ്സിലായില്ലേ? അതായത് കുട്ടിയാൽ കൊല്ലത്ത് പോയതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് എവിടെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ ശേഷം അത് ചെയ്താൽ മതി എന്ന് കരുതിയിട്ടാണ് ഇറങ്ങി നടക്കുന്നത്. ഇനി നമുക്ക് VD സതീശനിലേക്ക് വരാം. VD സതീശൻ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ വിദ്യാസമ്പന്നരായിട്ടുള്ള കുറെ മന്ത്രി ഉണ്ടല്ലോ. ഗതാഗത വകുപ്പിലും ബോധമുള്ള താടി നരച്ചിട്ടുള്ള ഒരു മന്ത്രി വേറെയും ഉണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയട്ടെ, യവറ്റകൾക്കെല്ലാം കുറെ PA-മാരുണ്ട്. 10 പൈസക്കില്ലാത്ത കുറെ എണ്ണത്തിനെ പിടിച്ച് കണ്ടങ്ങ് വെച്ചേക്കണം. ഒരു ഗുണമില്ലാത്ത കുറച്ചെണ്ണം. എന്തിനാണ് അവനെയൊക്കെ പിടിച്ച് കണ്ട അവിടെ VD സതീശന്റെ ആൾക്കാരടക്കമുള്ള ഒരു കാര്യം ഞാൻ പറയണേ, എന്തിനാ അവിടെ എടുത്തു വെച്ചേക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. വലിയ പേരും പ്രശസ്തിയുമുള്ള കൊമ്പത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും, ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജെൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കയറി ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഡാറ്റ കളക്ട് ചെയ്ത് കൊടുക്കാനോ, ഇതിനു വേണ്ടിയിട്ട് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണിത്? ഞാൻ ഈ ബന്ധപ്പെട്ട ചില MLA-മാർ, ഇനി പേര് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് ഞാൻ വെളിപ്പെടുത്താം. ചില MLA-മാർ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് അറിയാവുന്ന MLA-മാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ മൊബൈലിന്റെ നമ്പർ സേവഡ് ആണ്. അങ്ങനെയുള്ള സംസാരിച്ചു കുറച്ചുപേരുമായിട്ട്. അങ്ങനെ സംസാരിച്ച ആൾക്കാരോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. MLA അല്ല, MLA-യുടെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളാണ് കേട്ടോ, മന്ത്രിമാരുടെയും MLA-മാരുടെയും കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫുകൾ. അപ്പോൾ അവരോട് ഈ കഥ മുഴുവൻ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഔട്ട്ഡോർ കൊടുത്തിട്ട് എവിടെയാണ് ഞാനിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒന്ന് മനസ്സിലാക്കി തരൂ. ഇവിടെ ആരും ഫോൺ എടുക്കുന്നില്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒന്ന് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ഒരു അനക്കമില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ ഒരു മന്ത്രിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിയിട്ട് ഇവനെയൊക്കെ എന്തിനാണ് ആ സ്ഥാനത്ത് പിടിച്ചിരുത്തിയെന്ന് ഇപ്പൊ ചിന്തിക്കുകയാണ് ഞാൻ. ഇതിനേക്കാൾ റെസ്പോൺസ് ഉണ്ടായിരുന്നു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാർക്ക്. അവരെടുക്കുമായിരുന്നു ഫോൺ, അവരെയൊക്കെ വിളിച്ചാൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ട്. പിണറായി സർക്കാരിനെ നന്നായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. അതേസമയം സഖാവ് പിണറായി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, വികസന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ള ആളുമാണ്. വളരെ വ്യക്തമായി ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ആളുമാണ്. ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. സൈബർ സഖാക്കൾ വിമർശിക്കുന്ന അവിടെ വിമർശിക്കട്ടെ. അവരെ ചിലപ്പോൾ അവർക്ക് എതിരെ വീഡിയോ ചെയ്യുമ്പോൾ അവർ വിമർശിക്കും, ഫേസ്ബുക്കിലാണെങ്കിൽ തെറി വിളിക്കും, അതൊന്നും സാരമില്ല. അതൊക്കെ അവരിത് പറയുന്നു. നമ്മളിപ്പുറത്ത് നല്ലത് പറയുന്നുണ്ടല്ലോ.
കഴിഞ്ഞ ഓണത്തിന് സഖാവ് പിണറായി സർക്കാർ കൊടുത്തിട്ടുള്ള ആ ഒരു ഓണക്കിറ്റ്, ആ ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 കിറ്റായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എണ്ണി ഓരോ പ്രൊഡക്റ്റും എടുത്തു വെച്ച് അതിന്റെ വെളിച്ചെണ്ണ തണുപ്പിച്ചിട്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതടക്കം ഞാൻ വീഡിയോ ചെയ്തു. ഒരൊറ്റ ദിവസം കൊണ്ട് 1 മില്യൺ കടന്നു പോയതാണത്. കാരണം അത്രത്തോളം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ പിണറായി വിമർശിച്ചോണ്ടാണ്, മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അത് ആരോടും വൈരാഗ്യം വെച്ചുകൊണ്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരും അവരുടെ അസിസ്റ്റന്റ് നമ്മളോട് കാണിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയുമായിരുന്ന അതൊന്നും തന്നെ അത്ര തന്നെ സുതാര്യമല്ല. ഈ വി ഡി സതീശൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴത്തെ MLA-മാരുടെയും മന്ത്രിമാരെയും കൂടെ നടക്കുന്ന ആൾക്കാരെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ അസിസ്റ്റന്റ് ഒരാളുണ്ട്. അയാളെ കോൺടാക്ട് നമ്പർ എനിക്ക് തന്നു. നിങ്ങളത് ഒന്ന് വിശദമായിട്ടൊന്ന് പറയൂ എന്ന് പറഞ്ഞു. വിശദമായിട്ട് പറയുമെന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. റിമൈൻഡർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. എന്നെ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കൂല, മറുപടിയില്ല, ഒന്നുമില്ല. അതായത് എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു പിടിയില്ല. ഇവിടെയുള്ളൊരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ ഞാൻ തുടങ്ങേണ്ടതിനെ പോയി കർണാടകയിൽ പോയി ലൈസൻസ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോ ഇന്ത്യയിൽ എനിക്കൊരു കമ്പനി ഉണ്ടെങ്കിലും എന്റെ ആ പ്രൊജക്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ മോട്ടോർ വാഹന ലൈസൻസ് ആയതുകൊണ്ട് കേരളത്തിലെ ലൈസൻസ് കേരളത്തിലെടുക്കണം, തമിഴ്നാട്ടിലെടുക്കണം, കർണാടകയിലെടുക്കണം. അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, നമ്മുടെ ജന്മദേശം കേരളമായതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. സത്യം പറയാമല്ലോ, ഒരു സ്റ്റാർട്ടപ്പും നമ്മുടെ കേരളത്തിൽ നടക്കില്ല. ഒന്നാമത് ഉദ്യോഗസ്ഥന്മാർ മര്യാദയ്ക്ക് പറഞ്ഞു തരൂല, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. ഇനി ഏതെങ്കിലും ജനപ്രതിനിധികളുടെ സഹായം തേടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് കിട്ടില്ല. അവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അറിയപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് 10 ചിക്കിളി തടയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. നമ്മൾ അങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കിട്ടില്ല. പിന്നെ അവരുടെ PS, അവരുടെ പേഴ്സണൽ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞിട്ട് ഒരു തേങ്ങയോട് സംഭവിക്കാനും പോകുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ വലിയ പഠിപ്പും പത്രാസമുള്ള കുറെ എണ്ണത്തിനെ അങ്ങോട്ട് അധികാരത്തിൽ കയറ്റിയിട്ട് ഒരു തേങ്ങയും ഇവിടെ ചെയ്യില്ല എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ 1 മാസം കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.